ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഉമ്മർ പുന്നയൂരാണ്. ഉമ്മർ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പണ്ട് കാലത്ത് അടുക്കളയിലെ മിക്കവാറും വിഭവങ്ങൾ, പ്രത്യേകിച്ചും കറികൾക്കും തോരനുമെല്ലാം ഉപയോഗിച്ചിരുന്ന പലതും പ്രകൃതിദത്ത വസ്തുക്കളായിരുന്നു. നമ്മുടെ തൊടിയിൽ തന്നെ വളരുന്ന പലതരം പച്ചക്കറി, ഇല വിഭവങ്ങൾ അന്നു നമ്മുടെ ഉമ്മമാര് തൊടിയിലേക്ക് ഇറങ്ങി അന്നേക്കുള്ള കറിക്കും തോരനുമുള്ള വകകൾ ശേഖരിച്ച് അന്നു കറി വെച്ച് തരുന്ന ഒരു രീതിയായിരുന്നു. നമ്മുടെ തൊടിയിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ തന്നെ വളരുന്ന പല പച്ചക്കറികളുമുണ്ട്. ഇതിലൊന്നാണ് ചേമ്പ്. ചേമ്പിന്റെ കിഴങ്ങ് നമ്മൾ കഴിക്കാറുണ്ടെങ്കിലും ചേമ്പിന്റെ തളിരിലയും തണ്ടും ഏറെ സ്വാദുള്ള നാടൻ ഇലക്കറിയാണ്. സ്വാദ് മാത്രമല്ല, ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ള ഇത് ഇപ്പോൾ വളപ്പിൽ ലഭിക്കുന്നവർ പോലും പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്യാറ്. ചേമ്പിന്റെ ഇലയോ തണ്ടോ കറി വെച്ചോ തോരൻ വെച്ചോ കഴിക്കുന്നത് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണ്. മാത്രവുമല്ല, ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പലതരം ചീരകളെ പോലെയല്ല. ഇത് നമ്മുടെ വളപ്പിൽ തന്നെ ഉള്ളതുകൊണ്ട് കെമിക്കലുകളെ ഭയപ്പെടുകയും വേണ്ട, ധൈര്യമായി കഴിക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് ചേമ്പിൻ തണ്ട് കൊണ്ട് ഒരു കറി വെക്കാം. ചേമ്പിന്റെ തണ്ടിന്റെ പുറംതൊലി ആദ്യമായി കളയണം. ഈ വീഡിയോയിൽ കാണും പോലെ ചേമ്പിന്റെ തണ്ടിന്റെ ഫുൾ പുറംതൊലി കളഞ്ഞിട്ട് വേണം അതിന്റെ ഉൾഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ, വീഡിയോയിൽ കാണുമ്പോൾ അത് ചെറുതായി അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഇടണം. കൂടുതൽ മൂത്ത തണ്ട് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ തളിര് ഇലയും ചേർക്കാവുന്നതാണ്. ചിലവർക്ക് ഇതിന്റെ തണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ കൈ ചൊറിയും. അത്തരക്കാർക്ക് ഗ്ലൗസ് ഉപയോഗിക്കുകയാണ് നല്ലത്. അരിഞ്ഞു കഴിഞ്ഞാൽ നന്നായി കഴുകി എടുക്കണം. നല്ല വെള്ളത്തിലിട്ട് കഴുകി അതിന്റെ കറ കളയണം. ചേമ്പിന്റെ ഇലയിലും തണ്ടിലും എന്തെല്ലാം പോഷകങ്ങളുണ്ടെന്ന് നോക്കാം. പ്രോട്ടീൻ, ഡയറ്ററി ഫൈബർ, അയൺ, തയാമിൻ, ഫോസ്ഫറസ്, വൈറ്റമിൻ B6, വൈറ്റമിൻ C, പൊട്ടാസ്യം, നിയാസിൻ, മാംഗനീസ്, കോപ്പർ തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ അടങ്ങിയതാണ് ചേമ്പിന്റെ ഇലയും തണ്ടും. ചേമ്പിൻതാൾ നന്നായി കഴുകി മാറ്റി വെച്ച് അതിലേക്ക് ഒരു കട കപ്പ ചെറുതായി കഷ്ണങ്ങളാക്കി വെക്കുക. ആദ്യം കുക്കറിലേക്ക് നമ്മൾ ചെറുതാക്കി വെച്ച കപ്പ കഷ്ണങ്ങൾ ഇടുക. അതിൻ്റെ മുകളിൽ കൂടെ ചേമ്പിൻതണ്ട് കഷ്ണങ്ങളാക്കിയത് ഇട്ട് രണ്ടും കൂടി 4 വിസിൽ വരുന്നത് വരെ വേവിക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഇത് കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ പൊട്ടാസ്യം തോത് വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കും. മസിൽ വളരാനും ഹൃദയത്തിനും കാർബോഹൈഡ്രേറ്റുകളുടെ ബ്രേക്ക് ഡൗണിനും ആസിഡ് ബേസ് നിലനിർത്തുന്നതിനുമെല്ലാം പൊട്ടാസ്യം ഏറെ പ്രധാനമാണ്. ചേമ്പില കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയും എന്ന കാര്യം തന്നെയാണ് ഏറെ ഗുണകരം. അതോടൊപ്പം തന്നെ ഇതിലുള്ള പൊട്ടാസ്യം BP നിയന്ത്രണത്തിനും ഏറെ സഹായകമാണ്. സ്ട്രോക്കിനും ഹൃദയ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന രക്തത്തിലെ ചീത്ത ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ചേമ്പിലക്കാവുമെന്നാണ് പറയപ്പെടുന്നത്. കറിക്ക് വേണ്ട അരപ്പ റെഡിയാക്കാം. അതിന് അരമുറി തേങ്ങ, 4 പച്ചമുളക്, 8-10 ചെറിയ ഉള്ളി, കൊച്ചുള്ളി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, നല്ല ജീരകം എല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം. ചെറുതായി ഒന്ന് ക്രഷ് ചെയ്താൽ മതി. സുഹൃത്തുക്കളെ, നമുക്ക് ചുറ്റും നമ്മുടെ വീട്ടു പരിസരത്ത് തന്നെ നമുക്ക് കറിയായിട്ടും തോരനായും കഴിക്കാൻ പറ്റുന്ന പലതരം ഇലകളുണ്ട്. ആ ഇലകളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആ ഇലകളെ പാടെ നമ്മൾ അവഗണിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള കറികൾ മാറി മാറി ഉണ്ടാക്കി കഴിച്ച് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ചേമ്പിൻ തണ്ട് വേവിച്ചതിലേക്ക് അരപ്പ ചേർത്ത് ഇളക്കാം. ദഹനം എളുപ്പമാക്കാൻ ഇത് സഹായിക്കുന്നു. കുടലിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് മലബന്ധം നീക്കാനും കുടൽ ക്യാൻസർ തടയാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിലെ ഫൈബറുകളാണ് കുടൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നത്. തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളക്കരുത്. അപ്പം ഈ കാണുമ്പോൾ ചെറുതായി തിള വന്നു കഴിഞ്ഞാൽ ഉടനെ സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് കറി താളിക്കാം. അതിന് അല്പം വെളിച്ചെണ്ണ, 1 ടീസ്പൂണ് കടുക്, 4 വറ്റൽമുളക്, ഉണങ്ങിയ മുളക്, അല്പം കറിവേപ്പില. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ താളിക്കണയിൽ 4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിരുന്നത് നല്ലതാണ്. ഈ കറിയിൽ കപ്പ കൂടാതെ, കപ്പക്ക് ഞങ്ങൾ പറയാം കൊള്ളിക്കിഴങ്ങ് എന്നാണ്, കൊള്ളിക്കിഴങ്ങ് കൂടാതെ നമ്മൾക്ക് പരിപ്പ് ചേർക്കാം. അതേപോലെ ചേമ്പിന്റെ കിഴങ്ങ് ചേർക്കാം, പപ്പായ ചേർക്കാം. എൻ്റെ വീഡിയോ കാണുന്നവരിൽ ചേമ്പും തണ്ട് പലതരത്തിലും കറി വെച്ചവരുണ്ടാവാം. നിങ്ങൾ എങ്ങനെയാണ് കറി വെച്ചത് എന്നുള്ളത് വീഡിയോക്ക് താഴെ കമൻ്റ് ഇടണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.